ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരള PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള 100 പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും താഴെ നൽകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏത്? 1885 ഡിസംബർ 28. ഐനിസിയുടെ സ്ഥാപകൻ ആർ? A.O. ഹ്യൂം, ഹ്യൂം. ഐനിസിയുടെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാർ? W.C. ബാനർജി. ബോംബെ സമ്മേളനം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. 1917. ബിഹാർ. ബംഗാൾ വിഭജനം നടന്ന വർഷം? 1905. കഴ്സൺ പ്രഭുവിന്റെ കാലത്ത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏത്? 1911. ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഭു. സ്വരാജ് എന്റെ ജനനപ്പറ്റവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആർ? ബാലഗംഗാധർ തിലകൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷവും തീയതിയും? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഛേദിച്ച് നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചതാർ? രവീന്ദ്രനാഥ് ടാഗോർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് ആരെല്ലാം? മൗലാന മുഹമ്മദലി, ഷൗക്കത്തലി, അലി സഹോദരന്മാർ. സഹകരണ നിഷേധ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1920. ചൗരിചോര സംഭവം നടന്ന വർഷം? 1922 ഫെബ്രുവരി 4. ഇതിനെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം? 1928. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ പോലീസിന്റെ ലാത്തിച്ചാർജിൽ കൊല്ലപ്പെട്ട നേതാവ്? ലാലാ ലജ്പത് റായ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഐൻസി സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ദാണ്ഡി യാത്ര ആരംഭിച്ച തീയതി? 1930 മാർച്ച് 12. സബർമതി ആശ്രമത്തിൽ നിന്ന്. ദാണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളി ആർ? ടൈറ്റസ് ചി ഡയദർ. കേരളത്തിലെ ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആർ? കെ. കേളപ്പൻ. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതാർ? മഹാത്മാഗാന്ധി. 1931. ഗാന്ധി-ഇർവിൻ കരാർ ഒപ്പുവെച്ച വർഷം? 1931 മാർച്ച് 5. പൂന കരാർ. 1932. ആരെല്ലാം തമ്മിലായിരുന്നു? മഹാത്മാഗാന്ധിയും B.R. അംബേദ്കറും. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആർ? B.R. അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1942 ഓഗസ്റ്റ് 8. മുംബൈയിലെ ഗോവാളിയ ടാങ്ക് മൈതാനത്ത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ലെറ്റ് ഓർ കരെ എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്നറിയപ്പെടുന്നത് ആർ? അരുണ ആസഫ് അലി. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചത് ആർ? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം ഏറ്റെടുത്തു. ഡൽഹി ചലോ, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നീ മുദ്രാവാക്യങ്ങൾ നൽകിയത് ആർ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആർ? ആനി ബസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനം. ഐഎൻസി പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആർ? സരോജിനി നായിഡു. 1925 കാൺപൂർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ മുത്തശ്ശൻ മാൻഠക ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആർ? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആർ? ദാദാഭായ് നവറോജി. നറ്റനയെ ആൻഡ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരെല്ലാം? ബാലഗംഗാധര തിലകൻ. പൂനെ. ആനി ബസന്റ്. മദ്രാസ്. 1916. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന നേതാവ്? ലാലാ ലജ്പത് റായ്. ഫ്രണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആർ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖുദായി ഖിദ്മത്കാർ, ചുവപ്പ് കുപ്പായക്കാർ എന്ന സംഘടന രൂപീകരിച്ചതാർ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച സ്ഥലം ഏത്? മീററ്റ്. മെയ് 10, 1857. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആർ? മംഗൾ പാണ്ഡെ.
1857 വിപ്ലവത്തിൽ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആർ. ബഹാദൂർ ഷാ രണ്ടാമൻ. നാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേരെന്ത്? മണികർണിക. ബീഹാറിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആർ. കുൻവർ സിംഗ്. ലക്നൌവിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആർ. ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർ. രാജാ റാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏത്? 1828. രാജാ റാം മോഹൻ റോയ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആർ. വില്യം ബെന്റിക്. 1829. ആര്യസമാജം സ്ഥാപിച്ചത് ആർ. ഏത് വർഷം? സ്വാമി ദയാനന്ദ സരസ്വതി. 1875. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആർ. സ്വാമി ദയാനന്ദ സരസ്വതി. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആർ. ജ്യോതിറാവ് ഫൂലെ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആർ. സ്വാമി വിവേകാനന്ദൻ. 1897. 1893 ചിക്കാഗോയിൽ നടന്ന ലോക മതപാർലമെന്റിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് ആർ. സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആർ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. വന്ദേമാതരം രചിച്ചത് ആർ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ജനഗണമന ആദ്യമായി ആലപിച്ച ഐൻസി സമ്മേളനം ഏത്? 1911 കൊൽക്കത്ത സമ്മേളനം. വന്ദേമാതരം ആദ്യമായി ആലപിച്ച ഐൻസി സമ്മേളനം ഏത്? 1896 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആർ. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആർ. എം. ജി. റാൻഡെ. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആർ. ചിത്തരഞ്ജൻ ദാസ്. സി. ആർ. ദാസ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാം? സി. ആർ. ദാസും മോത്തിലാൽ നെഹ്റുവും. 1923. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയ തീയതി ഏത്? 1931 മാർച്ച് 23. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയതാർ? ഭഗത് സിംഗ്. കാക്കോറി ഗൂഢാലോചന കേസ് നടന്ന വർഷം ഏത്? 1925. സൂര്യ സെൻ നേതൃത്വം നൽകിയ പ്രസിദ്ധമായ വിപ്ലവ സംഭവം ഏതാണ്? ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണം. 1930. മിതവാദികളും തീവ്രവാദികളും ആയി കോൺഗ്രസ് പിളർന്ന സമ്മേളനം ഏത്? 1907 സൂററ്റ് സമ്മേളനം. സൂററ്റ് പിളർപ്പ്. മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ച ഐൻസി സമ്മേളനം ഏത്? 1916 ലക്നൌ സമ്മേളനം. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷവും സ്ഥലവും? 1906. ധാക്ക. ആഗാഖാൻ, സലീമുള്ള ഖാൻ എന്നിവർ നേതൃത്വം നൽകി. മിൻഡോ മോർലി പരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ഏത്? 1909. മുസ്ലിംകൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു. മോണ്ടെഗ്യൂ ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയ വർഷം? 1919. പ്രവിശ്യകളിൽ ഇരട്ട ഭരണം കൊണ്ടുവന്നു. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത്? 1919. കറുത്ത നിയമം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് ആർ. വാലന്റൈൻ ചിറോൾ. കേസരി, മറാഠ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആർ. ബാലഗംഗാധർ തിലകൻ. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങളുടെ എഡിറ്റർ ആരായിരുന്നു? മഹാത്മാഗാന്ധി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ തീയതി? 1915 ജനുവരി 9. ഈ ദിവസം പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നു. ഗാന്ധിജി അധ്യക്ഷനായ ഏക ഐൻസി സമ്മേളനം ഏത്? 1924 ബെൽഗാം സമ്മേളനം. ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ആർ. ഡോ. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആർ. മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആർ. ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ തലപ്പത്തുണ്ടായിരുന്ന മലയാളി വനിത ആർ? ക്യാപ്റ്റൻ ലക്ഷ്മി. ലക്ഷ്മി സെഹ്ഗാർ. ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചത് ആർ?
സുഭാഷ് ചന്ദ്രബോസ് 1939. റോയൽ ഇന്ത്യൻ നേവി ജെസ് കലാപം നടന്ന വർഷം 1946 ഫെബ്രുവരി ബോംബെയിൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1942. ക്രിപ്സ് മിഷനെ തകരുന്ന ബാങ്കിൽ നിന്ന് മാറുന്ന തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആർ? മഹാത്മാഗാന്ധി. കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1946. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോ. സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോ. രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐഎൻസി പ്രസിഡന്റ് ആരായിരുന്നു? ജെ. ബി. കൃപലാനി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആർ? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആർ? സി. രാജഗോപാലാചാരി. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ? സർദാർ വല്ലഭഭായ് പട്ടേൽ. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി? 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാർ? പിംഗള വെങ്കയ്യ. ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ആർ? ആചാര്യ വിനോബാ ഭാവെ. 1951 പോച്ചമ്പള്ളിയിൽ. ആദ്യത്തെ വ്യക്തിഗത സത്യാഗ്രഹി ആർ? ആചാര്യ വിനോബാ ഭാവെ. രണ്ടാമത്തെ വ്യക്തിഗത സത്യാഗ്രഹി ജവഹർലാൽ നെഹ്റു. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് നെസ്, ടെലിഗ്രാഫ് എന്നിവ ഇന്ത്യയിൽ ആരംഭിച്ച വൈസ്രോയി? ഡൽഹൌസി പ്രഭു. തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയി? റിപ്പൺ പ്രഭു. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പ്രധാന നയം ഏതാണ്? സഹായ സൈന്യ വ്യവസ്ഥ ദരിദ്രരെ. ദത്തെടുക്കൽ അവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആർ? ഡൽഹൌസി പ്രഭു.